മന്ത്രി ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികളും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. നേരത്തെ തന്നെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ UDF സർക്കാരിന്റെ മന്ത്രിമാരും MLA-മാരും ആവർത്തിച്ചത് പറഞ്ഞതാണ് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. ഇക്കാര്യത്തിൽ അശാസ്ത്രീയ മണ്ണ് കൂട്ടിവെച്ചത് തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചതായിരുന്നു. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ ഘട്ടത്തിലും അത് ആവർത്തിച്ചു പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്നത്തെ സംഭവ സ്ഥലം അദ്ദേഹം സന്ദർശിക്കുന്നതും ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നതും. അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ അതിനുതകുന്ന രീതിയിലുള്ള പരിശോധന ഇവിടെ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അത്തരമൊരു അനുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടെത്തേണ്ടത്. മന്ത്രി AP അനിൽകുമാറുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ നിന്നും മുഖ്യമന്ത്രി PD സതീശൻ മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യതയില്ല. ഈ കളക്ടറേറ്റിലെ യോഗത്തിന് ശേഷം അവിടെ വെച്ചായിരിക്കും മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. സംഭവസ്ഥലം, അതായത് ദുരന്തമുണ്ടായ കള്ളാടി മേഖല സന്ദർശിച്ചതിനു ശേഷം മുഖ്യമന്ത്രി PD സതീശൻ ഇവിടെ നിന്നും മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ഇനി വിംസ് ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കും. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചതിനു ശേഷമായിരിക്കും കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക. അതിനുശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ്. ഇതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം കരാർ കമ്പനിക്കെതിരെ മുഖ്യമന്ത്രി PD സതീശൻ ഉന്നയിച്ചതാണ്. ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും നിയന്ത്രണങ്ങൾ മറികടന്നുകൊണ്ടുള്ളൊരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തിയതാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചതായിരുന്നു. ഇതാ ഇപ്പോൾ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറിയിട്ടില്ല. പുറത്തുനിന്ന് ഇവിടെ ഒരുപക്ഷെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നടന്ന ആളുകളുമായിട്ടൊക്കെ തന്നെ സംസാരിക്കുന്ന ഒരു ആംബുലൻസ് ഒരു വശത്തുനിന്ന് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ആംബുലൻസ് ഒരു വാഹനം കടന്നു വരുന്നുണ്ട്. ആ വാഹനത്തെ കടത്തിവിടുന്നതിന് വേണ്ടിയും പോലീസ് ഉദ്യോഗസ്ഥർ വഴിയൊരുക്കി കൊടുക്കുന്ന കാഴ്ച. എന്തായാലും മുഖ്യമന്ത്രി ഇവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ആ ഷെഡ്യൂൾ പ്രകാരം തന്നെ വൈകിട്ടോടുകൂടി ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി, നമുക്കറിയാം 4 സോണുകളായിട്ടാണ് ആ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെയൊക്കെ തന്നെ വലിയ പൊതുജനങ്ങളുടെ ഒരു തിരക്ക് ഈ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇന്ന് പൂർണ്ണമായിട്ടും കർശന നിയന്ത്രണങ്ങളോടുകൂടി 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് സംഘങ്ങൾ കടന്നിരിക്കുന്നത്. അതിൽ NDRF ഉണ്ട്, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്. അത്തരത്തിൽ 4 ഔദ്യോഗിക സംഘങ്ങൾ മാത്രമാണ് തിരച്ചിൽ നടത്തുന്നത്. ഈ മണ്ണിനടിയിൽ അകപ്പെട്ട് കിടക്കുന്ന 5 ആളുകൾ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.